നമസ്കാരം. ദാവീദും ഗോലിയത്തും ഈ പേരുകൾ നമുക്ക് ഒട്ടും അപരിചിതമല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ പോലും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുള്ള വാക്കുകളാണ് ദാവീദും ഗോലിയത്തും എന്നുള്ളത്. ചിലപ്പോഴൊക്കെ നമ്മൾ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വലുപ്പത്തിൽ വ്യത്യാസം പറയാൻ വേണ്ടി ദാവീദും ഗോലിയത്തുമാണെന്നൊക്കെ പറയും. ഗോലിയത്ത് അസാമാന്യ ശക്തിമാനായ വലിയ പൊക്കവും വണ്ണമൊക്കെ ഉള്ള ഒരാളും ദാവീദ് ചെറിയൊരാളുമായിരുന്നു. ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഈ ബൈബിൾ കഥാപാത്രങ്ങളുമായി ബന്ധപ്പെട്ട് ചില ഗവേഷണങ്ങൾ നടക്കുകയാണ്. ഗോലിയത്ത് അസാമാന്യമായ വലിപ്പമുള്ള ഒരാളായിരുന്നു എന്നാണ് കേട്ടിട്ടുള്ളത്. ഗോലിയത്തിന് എത്ര പൊക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പലരും ഗവേഷണം നടത്തുന്നത്. ഗോലിയത്ത് ജീവിച്ചിരുന്ന നഗരത്തിൽ ഇപ്പോൾ ഗവേഷകർ പരിവേഷണമൊക്കെ നടത്തുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഗോലിയത്തിൻ്റെ എന്ന് കരുതുന്ന യാതൊരു വസ്തുക്കളും ലഭിച്ചിട്ടില്ല. എങ്കിലും ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അന്ന് ഉണ്ടായിരുന്ന ആളുകൾ, അതായത് 2700 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകൾ പലരും അസാമാന്യമായ രൂപമുണ്ടായിരുന്നവരായിരുന്നു എന്നാണ്. ചില പ്രത്യേക ജീനുകളുടെ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഇത്തരത്തിൽ ഇവരെല്ലാം വലിയ സൈസുള്ള ആളുകളായി മാറിയത് എന്നും പറയപ്പെടുന്നു. മാത്രമല്ല, ഗോലിയത്തിൻ്റെ പൊക്കത്തെക്കുറിച്ച് പറയുന്ന കണക്കിലും ചില സംശയങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്ന് ഉപയോഗിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു കണക്കാണ് അന്ന് ഇതിനായി ഉപയോഗിച്ചിരുന്നത് എന്നുള്ളതും ഒരു പ്രധാന വസ്തുത തന്നെയാണ്. ഗോലിയത്തിന് 6 മുതൽ 9 അടി വരെ പൊക്കമുണ്ടായിരുന്നു എന്ന് പറയുന്നത് സത്യമാണോ എന്നാണ് ഇപ്പോൾ എല്ലാവരും നോക്കുന്നത്. ബൈബിളിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഈ കഥാപാത്രം അസാമാന്യ കായിക ശേഷിയുള്ള ഒരാളാണ്. നിരവധി പേരെ ഒറ്റയ്ക്ക് നേരിടാനുള്ള അസാമാന്യമായ ബലം ഇയാൾക്കുണ്ടായിരുന്നു. ഒത്ത പൊക്കവും 6 അടിയിലധികം പൊക്കവും വണ്ണവുമുള്ള ഒരാളാണ്. എപ്പോഴും ഇയാൾ പടച്ചട്ട അണിഞ്ഞാണ് നടക്കുമായിരുന്നത് എന്നൊക്കെയായിരുന്നു നമ്മൾ ഇയാളെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നത്. അക്കാലത്ത് ക്യൂബിറ്റ്സ് എന്ന രീതിയിലുള്ള ഒരു അളവ് പല കാര്യങ്ങളും അളക്കാൻ, പ്രത്യേകം നീളം അളക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഗോലിയത്തിൻ്റെ പൊക്കം ഈ ക്യൂബിറ്റ്സ് കണക്കിലാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഒരു ക്യൂബിറ്റ്സ് എന്ന് പറയുന്നത് 53 സെൻറ്റിമീറ്ററാണ് എന്നാണ് ഇപ്പോൾ ഗവേഷകർ പറയുന്നത്. ഈ കണക്കനുസരിച്ച് ഗോലിയത്തിന് 7 അടി 5 ഇഞ്ച് മുതൽ 10 ഇഞ്ച് വരെ പൊക്കമുണ്ടായിരുന്നു എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. ഗോലിയത്ത് ജീവിച്ചിരുന്ന ഗാത്ത് എന്ന നഗരം ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷേ അതിന് മറ്റൊരു പേരാണ് ഇപ്പോഴുള്ളതെന്നാണ് ഒരു പ്രത്യേകത. ടെലസ് സഫി എന്നാണ് ഈ നഗരത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. ഈ നഗരത്തിലാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച പര്യവേഷണങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. ഗോലിയത്തിൻ്റെ മാത്രമല്ല, അന്ന് ജീവിച്ചിരുന്ന മനുഷ്യരൊക്കെ തന്നെ ഇത്തരത്തിലുള്ള അസാമാന്യമായ രൂപമുള്ള വ്യക്തികളായിരുന്നോ എന്നുള്ളതും ഗവേഷണ വിഷയമാണ്. ഇവിടെ നിന്ന് ലഭിച്ച ചില ശരീരാവശിഷ്ടങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇവരൊക്കെ തന്നെ അസാമാന്യമായ വലിപ്പമുള്ള ശരീരമുള്ള ആളുകളായിരുന്നു എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരുപക്ഷെ ഗോലിയത്തും അസാമാന്യമായ രൂപമുള്ള ആളായിരുന്നിരിക്കാം എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. ഗോലിയത്തിൻ്റെ ഉയരം സംബന്ധിച്ചോ അദ്ദേഹം ജീവിച്ചിരുന്നത് സംബന്ധിച്ചോ ഒന്നും തന്നെ യാതൊരു തെളിവുകളും ഇന്ന് ലഭ്യമല്ല. പക്ഷേ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മറ്റാളുകളുടെ പലരുടെയും ശരീരാവശിഷ്ടങ്ങൾ പരിശോധിച്ച ആ ഗവേഷകർ പറയുന്നത് ഗോലിയത്തും ഈ പറഞ്ഞതുപോലെ അവരുടെ പോലെ വളരെ വലിയ രൂപമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ തന്നെ ആയിരിക്കാമെന്നാണ്. നമ്മുടെ കഥകളിലും പുരാണങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള അസാമാന്യ ശരീരശേഷിയുള്ള ആളെക്കുറിച്ച് പരാമർശങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭീമനെക്കുറിച്ചാണെങ്കിലും ഹനുമാനെക്കുറിച്ചാണെങ്കിലും ഒക്കെ തന്നെ അവർ വളരെ അസാമാന്യമായ കായിക ശേഷി ഉണ്ടായിരുന്നവരാണെന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും ബൈബിളിൽ പറയുന്ന ഈ ഗോലിയത്ത് എന്ന കഥാപാത്രം ജീവിച്ചിട്ടുണ്ടായിരുന്നോ നമുക്കറിയില്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ അസാമാന്യ ശരീരശേഷി ഒരുപക്ഷെ അതൊരു സത്യമാകാൻ തന്നെയാണ് സാധ്യത. കാരണം ശാസ്ത്രീയമായ ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് അന്ന് ജീവിച്ചിരുന്ന ആളുകളുടെയൊക്കെ ജീനുകളുടെ ചില പ്രത്യേകത കൊണ്ട് അവരുടെ ശരീരത്തിന് അസാമാന്യമായ വലിപ്പം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഏതായാലും ഗോലിയത്തിനെ ഒരു വലിയ ഗോലിയത്തായി തന്നെ നമുക്ക് ഇപ്പോഴും കണക്കാക്കേണ്ടി വരും. തെളിവുകൾ സൂചിപ്പിക്കുന്നത് അതുതന്നെയാണ്.